മലയാളികൾക്ക് സുപരിചിതമായ രണ്ട് പ്രശസ്തമായ ചിരികളാണ് നമ്മുടെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മളെ എന്നേക്കുമായി വിട്ടുപോയ മണിച്ചേട്ടൻ്റെയാണ്. പിന്നെ ഇന്നും വലിയ സ്ക്രീനിലും ചെറിയ സ്ക്രീനിലും മാത്രമല്ല എവിടെയും എന്നും നമ്മുടെ TV ഷോകളിൽ കണ്ടുവരുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് ഇന്ന് നമ്മുടെ കൂടെ പോഡ്കാസ്റ്റിലുള്ളത്. ദ വൺ ആൻഡ് ഓൺലി RJ മിഥുൻ. Thank you for the kind words. Thank you. വെൽക്കം ടു ദി ഷോ. ഇതൊരു പ്രത്യേക ഷോ ആണ്. ബേസിക്കലി വി ആർ നോട്ട് കോൺസെൻട്രേറ്റിംഗ് ഇൻ പർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ല. മിഥുൻ്റെ ഒരു ജേണി, അതേപോലെ തന്നെ ജേണിയിലൂടെ വന്ന ചെറിയ ചെറിയ അഡോപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാവരും അറിയുന്നത് മിഥുൻ എന്ന് പറയുന്നത് സ്റ്റേജ് ഷോയിൽ മാത്രം നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ളതാണ്. ഇതിന് പുറമെ എനിക്കറിയാൻ കഴിഞ്ഞത് ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു കാർ എന്തൂസിയാസ്റ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാനില്ല. പക്ഷെ ദുബായ് ആയതുകൊണ്ട് ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള കാറുകളെല്ലാം നേരിട്ട് കാണാനും അതിൽ കുറെയൊക്കെ ഓടിക്കാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടല്ലോ. പിന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാരും ഈ പറഞ്ഞ പോലെ കൂട്ടം കൂടി നിന്നാലും അതാ മെക്ലാരൻ എന്ന് പറയുന്നതിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പൊ പറയാമോ നമ്മൾ എവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഷോ അല്ലേ അവിടുത്തെ ഏറ്റവും വലിയ ഇത് പറയണത് അതാണ്. സ്വാഗ് പറയണത് അതിലാണല്ലോ, കാറിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് ദുബായിലായത് കൊണ്ടുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് കാർ അങ്ങനെ ഭയങ്കര എന്തൂസിയാസ്റ്റ് ഒന്നുമില്ല. സ്റ്റിൽ ഐ റിമെമ്പർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മിഥുൻ്റെ റീലാണോ ഒരു ഷോർട്ടാണോ എന്ന് എനിക്കറിയില്ല, ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് മിഥുൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ടെസ്ല എടുത്തു, ഇതാണ് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട് വേർഡ്സ്. ബട്ട് അല്ല, എന്താന്ന് വെച്ചാൽ അല്ല ആ സമയത്ത് ഞാൻ ടെസ്ല എടുക്കാൻ പോകുന്ന സമയത്ത് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്ന സാധനത്തിനോട് അത്ര കണ്ടൊരു ഇതില്ല. ടെസ്ല എടുക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹം. ഓക്കെ, എന്റെ ചുറ്റുവട്ടത്തുനിന്ന് എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഫ്രണ്ട് സൂരജ് ഒഴിച്ച്, പിന്നെ എന്റെ ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞ് എടുക്കരുത്, ഭയങ്കര പണിയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ഇവിടെ അതിന് രക്ഷയില്ല, എല്ലാം കൂടി 2 ചാർജർ കണ്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി ആൾക്കാരെ നെഗറ്റീവ് അടിച്ച് ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞു പക്ഷെ എനിക്ക് എന്തോ ഞാൻ ഇതിലെല്ലാം കണ്ട് ടെസ്ല എന്ന് കണ്ടിട്ട് എനിക്ക് ഇത് ചെയ്തു. ഞാൻ അതായത് അമേരിക്കനോടോ അല്ലെങ്കിൽ ഒരു ഇലോൺ മസ്കിനോടുള്ള പ്രേമം. ഇലോൺ മസ്കിനെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ വേ ഹി ആക്ച്വലി റീഇൻവെന്റഡ് പല കാര്യങ്ങളും, പേപാൽ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഫോളോ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇലോൺ മസ്ക് ഈവൻ. പക്ഷെ ആ ടെസ്ല എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്. ഈ ടെക്നോളജിയുടെ ഒരു സംഭവം, അതുപോലെ തന്നെ ആ ഗിഗാ പാക്ക് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിന്റെയൊക്കെ ഒരു ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ ഭയങ്കര ഫാസിനേഷൻ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ ടെസ്ലയിൽ പോയി. ടെസ്ലക്കാർക്ക് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അഹങ്കാരം. കാരണം എന്ന് വെച്ചാൽ സോറി ടെസ്റ്റ് ഡ്രൈവിന് ഇവിടെ വണ്ടിയില്ല, വേണേ കേറി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ദൈവം ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ്ട് പോകാൻ പറ്റുമോ, എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതി. അതിന് മുമ്പ് അപ്പം മിഥുന് EV ഓടിച്ചിട്ടുണ്ടോ? ഇല്ല, that was my first EV experience and that was the first EV that I owned. ചോദിക്കുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ, നമ്മൾ ഓടിച്ചിട്ട് പോലും ഇല്ല, ഓടിച്ചറിയണ്ടേ. എനിക്ക് അറിയണ്ടേ എന്താണ് വണ്ടി. I've just seen the pictures, videos. നമ്മൾ മറ്റേ ഓട്ടോണോമസ് ആയിട്ട് വണ്ടി ഓടുന്നതും ഒക്കെ കണ്ടിട്ടുള്ള ഒരു ഫാസിനേഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഡ്രൈവ് മീ ഓൺലൈൻ, ഐ ഡോണ്ട് നോ ഇഫ് യു നോ, ഡ്രൈവ് മീ ഓൺലൈൻ സുദീപ് ഘോഷി, കാർ റിവ്യൂ ചെയ്യണ സുദീപ് ഘോഷി, ഒരു ദിവസം ഞാന് കരാമയില് നിൽക്കുന്ന സമയത്ത് സുദീപേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതിനെ താഴോട്ട് വന്ന ഒരു വണ്ടി കാണിച്ചിരാന്ന് പറഞ്ഞു. പിന്നെ വി ബീൻ സ്പീക്കിംഗ് അബൌട്ട് ടെസ്ല കുറെ നാളായിട്ട്. പുള്ളിയുടെ ടെസ്ല 3 ഇരിപ്പുണ്ട്. പുള്ളി അത് കൊണ്ടുവരാനാണ്. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത് ഈ വണ്ടി എന്താണെന്ന് സത്യം പറഞ്ഞാൽ ടച്ച് ആൻഡ് ഫീൽ കിട്ടുന്ന അതാണ്. ഞാൻ അപ്പൊ തന്നെ ഓൺലൈനിൽ കയറി അന്ന് 500 dirhams കൊടുത്താൽ അത് ശരിക്കും പറഞ്ഞാൽ ബുക്ക് ചെയ്യാൻ. അവന് വേറെ ഒന്നും ആലോചിച്ചില്ല. ഞാൻ എന്റെ രീതിയിൽ അത് ഓൺലൈൻ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇങ്ങനെ അറിയുള്ളൂ. ബട്ട് യു ക്യാൻ ആക്ച്വലി പിക്ക് ആൻഡ് ചൂസ് എവറിത്തിങ് ഇൻ ദ കാർ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് 500 dirhams പൂനെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്ത് അങ്ങ് ചെയ്തു. നമ്മൾ അന്ന് ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ അറൗണ്ട് ജൂൺ അങ്ങാണ്ടാണ്. അപ്പൊ സെപ്റ്റംബർ കഴിയും വണ്ടി വരാനെന്ന് പറഞ്ഞു. എനിക്ക് ജൂലൈ ആയപ്പോൾ ഒരു കോൾ വന്നു, സാർ ഒരു വണ്ടി ഉണ്ട് വേണോ എന്ന് ചോദിച്ചിട്ട് ഷോറൂമിൽ നിന്ന്. ലൈക്ക് അവരുടെ ഒരു ഇപ്പം എടുത്ത ആള് വേണ്ടെന്ന് വെച്ച ഒരു വണ്ടിയുണ്ട്. സോ ഇതാണ്, പക്ഷെ സാറിന്റെ മറ്റേ അലോയുടെ ഇത് വേറെയാണ്, സ്പെക്ക് വേറെയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ആ ഫസ്റ്റ് വണ്ടി എടുക്കുന്നത്. അപ്പം ഇതിനിപ്പോ ഈ പറഞ്ഞൊരു ജേണിയില് ഫസ്റ്റ് എടുക്കണം എന്നുള്ളൊരു ആകാംക്ഷയോടുകൂടി ഷോറൂം പോയി. ഷോറൂമാരധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. വെരി സ്വീറ്റ് ആണ് അവർ. പക്ഷെ പറഞ്ഞാൽ വി ഡോണ്ട് ഗിവ് ഫോർ ടെസ്റ്റ് ഡ്രൈവ്സ് എന്നുള്ളത് തന്നെ പോളിസി. പിന്നെ അത് കഴിഞ്ഞ് സർപ്രൈസ് ആയിട്ട് ഒരു ഫ്രണ്ട് വഴി ഈ വണ്ടി ഓടിച്ചു നോക്കി. അപ്പൊ ഇത്രയും കാലം EV ഓടിക്കാതെ ഈ പെട്രോളും ഡീസലും എൻജിൻസ് ഓടിച്ച് പെട്ടെന്ന് EV ഓടിച്ചപ്പോൾ എന്താണ്, ഹൗ യു ഫെൽറ്റ് ഇറ്റ്? ഞാൻ പറഞ്ഞ ഐ ഹാഡ് എ മെസറാത്തി. ഐ സ്റ്റിൽ ഹാവ് എ മെസറാത്തി. ഞാൻ
മെസറാത്തിയുടെ റോ പവറാണ്. ശരിക്കും ഞാൻ 2012 മെസറാത്തി എടുക്കുന്നത്. എൻ്റെ വെഹിക്കിൾ സ്റ്റിൽ വിത്ത് മീ. എനിക്കിത് കൊടുക്കാൻ തോന്നാറില്ല. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഫസ്റ്റ് ലക്ഷറി കാർ, അല്ലെങ്കിൽ ഫസ്റ്റ് ഈ പറയുന്നത് പോലെ നമ്മൾ ഈ ആഗ്രഹിച്ച് ഒരു സൂപ്പർ കാർ സ്വന്തമാക്കണം എന്നൊക്കെ വിചാരിച്ച് ആഗ്രഹിച്ച് വാങ്ങിച്ചത് മെസറാത്തിയാണ്. ഇറ്റ്സ് ക്വാർട്ടർപോർത്തെ മെസറാത്തി. അപ്പൊ ആ മെസറാത്തി എടുക്കണ സമയത്ത് മെസറാത്തി എത്രയോ നാളായിട്ട് ഓടിച്ചിട്ട് എങ്ങനെയാ വെച്ചാൽ 0 to 100 3.8 seconds. ഈ 0 to 100 3.8 secondsന്റെ റോ മെറ്റൽ ടു ദ ഫ്ലോർ എന്ന് പറയുന്ന സാധനം ഫീൽ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ആ ശബ്ദം വന്ന് ചുറ്റുമുള്ളവരിങ്ങനെ നമ്മളെ നോക്കുന്നുള്ള എൻ്റെ ഒരു സാധനമുണ്ട്. അപ്പൊ അത് ഫീല് കിട്ടിയിട്ടുണ്ട്. ഇത് ആ സംഭവമേ അല്ല. ദ 0 to 100 ഓൺ ടെസ്ല ഇസ് ലൈക്ക് എ റോളർ കോസ്റ്റർ. നമ്മൾ കയറിയിരുന്നു ഇതേ ഉള്ളൂ. അതിന്റെ ത്രസ്റ്റ് ഇസ് ആബ്സല്യൂട്ട്ലി ഡിഫറെന്റ്. നമുക്ക് മറ്റേതിന് നമുക്ക് ആ പവർ ഫീൽ ചെയ്യും. ഇതിൽ പവർ അല്ല ഫീൽ ചെയ്യണേ. ഇതിൽ നമ്മൾ ഒരാൾ സൂക്ഷി ചെയ്ത് കൊണ്ടുപോയത് പോലെ ഫീൽ ചെയ്യും. സോ ഇതിന് രണ്ടിന്റെയും എക്സ്പീരിയൻസ് ആബ്സല്യൂട്ട്ലി ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് ടൈം ഒക്കെ നമ്മളെ ഇതിനകത്ത് പാസഞ്ചർ സീറ്റ്സ് ഇരിക്കുമ്പോൾ ഇതുപോലെ റോളർ കോസ്റ്റർ തന്നെ ഇരിക്കുന്ന പോലത്തെ ഫീലില് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാർസിക് ആവുമായിരുന്നു. അതുകൊണ്ട് ഇത് പക്ഷെ അത്രയും വ്യത്യാസമുണ്ട് ഒരു രണ്ടിന്റെയും. അതായത് രണ്ടിന്റെയും 0 to 100 is almost the same time, but the way it happens, the way the acceleration happens, it's absolutely different. ഡെലിവറി എന്ന് പറയുന്നത് ഡിഫറെന്റ് മോഡുകളായിട്ടാണ്. Absolutely. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അത് എടുത്തിരുന്ന കാലഘട്ടത്തിൽ നിന്ന് പിന്നെ ഞാനൊരു ടെസ്ലയിലോട്ട് വരണമെന്ന് വെച്ചാൽ 2021 നമ്മൾ കൊറോണ കഴിഞ്ഞ സമയത്ത്, കൊറോണ കഴിഞ്ഞില്ല, കൊറോണ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിലാണല്ലോ നമ്മൾ ഇഷ്ടം പോലെ കാണുകയും വായിക്കുകയും ചെയ്യാണല്ലോ. ഈ ഫുള്ള് ഈ പറയുന്നത് പോലെ വീഡിയോസ് വരുന്നു, ഈ പറയുന്ന സമൺ ചെയ്ത് വണ്ടി വിളിക്കാൻ പറ്റുന്നതിന്റെ വീഡിയോ കാണുന്നു. ഞാനൊരു ഇങ്ങനൊരു വണ്ടിയോ എന്നുള്ളതിന്റെ ഒരു ഫാസിനേഷനിലാണ്. ചുമ്മാ കൊറോണ സമയം ഇഷ്ടം പോലെ ഉണ്ട്, പോയി വണ്ടി കാണാം എന്നുള്ള ധാരണയിൽ പോയി കണ്ടിട്ട് ഇന്നും ആ വണ്ടി തന്നെയാണോ? അല്ല, ഞാൻ ആ വണ്ടി എന്റെ കയ്യിലുള്ള അഹങ്കാരം കാരണം പറ്റും. ഒരു ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞ, നമുക്ക് ഇതിൽ ഫ്ലഡ് ഉണ്ടായല്ലോ. അപ്പൊ ആ സമയത്ത് എന്റെ വണ്ടി വെളിയിലായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. അതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലോട്ടുള്ള എൻട്രൻസ് എംബ്രാമായിരുന്നു നമ്മൾ താമസിക്കുന്നത്, സ്പോർട്സ് സിറ്റിയുടെ ബാക്ക് സൈഡിലാണ്. അതിന്റെ അവിടെ റൗണ്ട് അബൌട്ട് ഫുള്ള് ക്ലോക്ക്ഡ് ആയിരുന്നു. സാധാരണ രീതിയിൽ നമുക്ക് പറയുന്നത് ടെസ്ല നമുക്ക് ബോട്ട് പോലെ ഉപയോഗിക്കുന്ന ഞാൻ ചെറിയൊരു ബോട്ടിനുള്ള പരിപാടി ചെയ്തു. പക്ഷേ അവിടെ നിന്ന് ഞാൻ പിന്നെ എന്ത് ചെയ്തു, മനസ്സിലായി അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി ബാക്കിൽ നമ്മൾ കൊണ്ടുവന്ന് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തു. നൈറ്റിൽ വെള്ളം മുങ്ങിയിട്ട് ഇറ്റ് വെന്റ് അണ്ടർ, ഇതിന്റെ അടിയിൽ പോയി. ആൻഡ് എനിക്കറിയില്ല ഞാൻ ഇട്ടിട്ടുള്ളതിന്റെയോ എന്തിന്റെയോ പ്രോബ്ലം ആയിരുന്നു. ദ ഡോർ വാസ് ഓൾമോസ്റ്റ് അൺലോക്ഡ്. അകത്ത് വെള്ളം കയറിയത്. No, that is a standard practice in European cars and American cars and standard, because I done the same mistake. Okay. Not purposefully sunken a vehicle. Okay, എൻ്റെ ഒരു റേഞ്ച് ഇൻഷുറൻസുകാർ കാണുന്നുണ്ട് ഡിസ്ക്ലൈമർ. 2018 ഫ്ലഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്ലഡൊക്കെ ഒന്ന് കുറഞ്ഞു വന്ന സമയത്ത് എൻ്റെ ഒരു 9 സ്പീഡ് ഓട്ടോമാറ്റിക് ഇവോക്ക് ഉണ്ടായിരുന്നു. അന്ന് കേരളത്തിലെ 9 സ്പീഡ് ആദ്യം ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് റേഞ്ച് റോവറുകാർ എന്താ പറയുന്നത്, അവര് പറയുന്നത് ഈ സാധനം ഞാൻ ഓടിച്ച് വെള്ളമൊക്കെ എൻ്റെ ഏരിയയിലൊക്കെ കുറഞ്ഞു. തൃശ്ശൂർ ടൗണിൽ ഒരു ഏരിയ പോയി. അപ്പോൾ എൻ്റെ സുഹൃത്തുള്ള ഒരു സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് ഒരാഴ്ചയായി. അപ്പൊ ഞാൻ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ അദ്ദേഹം ഒരാൾ എന്നോട് വഴിയോരത്ത് പറഞ്ഞു, എന്നോട് അങ്ങോട്ട് പോകരുത്, വെള്ളം കൂടുതലാണെന്ന് പറഞ്ഞു. എന്റെ കുറച്ച് അറിവില്ലായ്മയുണ്ട്. അത് വെള്ളത്തിൽ ഓടിക്കുന്നതിന് പല മോഡുകളുണ്ട്. 4 വീലൊക്കെ ഇടണം, അതൊന്നും ഇട്ടില്ല. ഞാൻ ഡ്രൈവിൽ തന്നെ ഈ വണ്ടി ഓടിച്ചു. ആകെ 20,000 കിലോമീറ്റർ ഓടിച്ച് 1.5 വർഷത്തെ പുതിയ വണ്ടി വെള്ളത്തിൽ ഓടിച്ചു. വെള്ളം കയറി, ഈ പറഞ്ഞ മാതിരി ബോണറ്റിന്റെ മുകളിലൂടെ വെള്ളം മറിഞ്ഞ് എയർ ഫിൽറ്ററിൽ വെള്ളം കയറി. എല്ലാം ലോക്ക്ഡാണ്, എല്ലാം വാട്ട് ഹാപ്പൻ, അവര് പറഞ്ഞു പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് ദ കാർ എന്ന് പറഞ്ഞിട്ട് ഡോർസ് അൺലോക്ക് ആയി, ഗ്ലാസ് കെയിം ഡൗൺ ഓട്ടോമാറ്റിക്. അത് നമ്മളെ സേഫ്റ്റി മോഡാണ്. അതാണ് ഇപ്പൊ ഈ സീൽ ഉണ്ടല്ലോ, ഇപ്പൊ BYD സീൽ നമ്മൾ ഗ്ലാസ് താഴ്ത്തിയിട്ട് ഓടിക്കുകയാണെങ്കിൽ തന്നെ മഴ പെയ്ത ഓട്ടോമാറ്റിക് ഗ്ലാസ് കയറി കളയും. പിന്നെ അപ്പൊ അതൊക്കെ ഒരു അതാ പറഞ്ഞേ, ഈ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് നമുക്ക് ചിലപ്പോൾ പണി വരുന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പൊ പെട്ടെന്ന് വെള്ളം കയറ്റി, അപ്പൊ പെട്ടെന്ന് വെള്ളം കയറിയതാവണം. ഐ ഡോണ്ട് നോ, കാരണം ഞാൻ തുറക്കുമ്പോ അകത്ത് വെള്ളമുണ്ട്. അപ്പോ അത് കഴിഞ്ഞപ്പം പിന്നെ എല്ലാ ഇലക്ട്രിക് സാധനങ്ങളും ഒറ്റയടിക്ക് വാട്ട് ഹാപ്പൻസ് ഇറ്റ് സീസസ് ജസ്റ്റ് ടു പ്രൊട്ടക്ട് ദ കാർ. അപ്പൊ ഞാന് എന്ത് ഭാഗ്യത്തിനാണെന്നുള്ളത്, ഇതൊക്കെ നമ്മൾ ശരിക്കും ചില സമയത്ത് നമ്മുടെ ദൈവം നമുക്കിങ്ങനെ മറ്റേ പറഞ്ഞു തരും, ഏഞ്ചൽ ഡെവിൽ സൈഡിൽ ഇരുന്ന് പറയുന്നത് പറയണമല്ലാണ് സംഭവം. എന്ന് വെച്ചാൽ അതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ വണ്ടി റിന്യൂവലിന് പോയപ്പോ നമുക്ക് വെഹിക്കിൾ റിന്യൂവൽ എല്ലാ വർഷവും ഉണ്ടല്ലോ, എവറി ഇയർ വി ഹാവ് ടു റിന്യൂ. അവിടെ അങ്ങനെയാണല്ലോ. അപ്പൊ റിന്യൂ ചെയ്യുമ്പോൾ യു ഹാവ് ടു ടേക്ക് ഇൻഷുറൻസ് as well. അപ്പോ ഈ റിന്യൂവലിന് പോയ സമയത്ത് നല്ല ഫൈൻ ഉണ്ടായിരുന്നു. കുറെ ഈ മറ്റേ 0 to 100 എന്നൊക്കെ പറയാലോ, അപ്പൊ അത് കാണിക്കണമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ഫൈൻസ് വന്നിട്ട് ആ ഫൈൻ അടയ്ക്കാൻ പോയ സമയത്ത് ഇൻഷുറൻസിന്റെ സാധനം എന്ന് പറഞ്ഞപ്പോ അയാള്
എൻ്റെ അടുത്ത് ഇൻഷുറൻസിന്റെ ആൾ വന്നിട്ട് പറഞ്ഞു, സർ another 200 dirhams you can use, there is a natural calamity insurance, a lot of people are taking it, if you want I can take it. ഞാൻ ഇയാള് ഈജിപ്ഷ്യനും കണ്ട അയാൾ ഒന്ന് സംസാരിക്കും, ഞാൻ പറഞ്ഞു ഇത്രയും പൈസ എടുത്തല്ലേ നീ അതും കൂടി എടുത്തോ. സർ യെസ് ടേക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളി എടുത്തു. അതുകൊണ്ട് തന്നെ ആ ഫുജൈറ നാഷണൽ ഇൻഷുറൻസിന്റെ ഫസ്റ്റ് ക്ലെയിം എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. ബിക്കോസ് എന്റെ വണ്ടി കൊണ്ടുകൊടുത്തപ്പോ I had a natural calamity insurance claim. I had the perfect papers. അവർ പോലീസ് ഓൺലൈൻ ആയിരുന്നു ആ സമയത്ത് പേപ്പേഴ്സ് എല്ലാം. ഗോട്ട് ദ നെക്സ്റ്റ് ഡേ. അത് ദുബായ് ഗവൺമെന്റ് ചെയ്ത രീതി പറയാതിരിക്കാൻ പറ്റില്ല. ആ വന്ന വണ്ടികൾക്കെല്ലാം ഇഫ് യു വർ നോട്ട് ദ റീസൺ ഫോർ ദിസ്, അതായത് the flood was the reason for this, you would have gotten then and there. പിന്നെ ക്ലെയിം depends on the insurance company. Mine was Fujairah National Insurance. It was very fast. എനിക്ക് പെട്ടെന്ന് കിട്ടി. Oh, good. So അപ്പോൾ അതോടുകൂടി അപ്പൊ തന്നെ അടുത്ത ടെസ്ല എടുത്തു. എല്ലാവരും വിചാരിച്ചു. ഞാൻ അതാണ് ചോദിക്കാൻ പോകുന്നത്, അതോടുകൂടി ടെസ്ലയുടെ മോഹവും സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് ആ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞ എൻ്റെ അടുത്ത് എല്ലാവരും, പക്ഷേ അതേസമയം ഈ പറഞ്ഞതുപോലെ തന്നെ കുറെ നമ്മുടെ ഇപ്പൊ ചൈനീസ് ഇഷ്ടം പോലെ ഇത് വരുന്നുണ്ട്, ആൻഡ് ബ്യൂട്ടിഫുൾ വെഹിക്കിൾസ് ഒക്കെ that are coming up. അപ്പൊ ആ സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇതിന്റെ ചോയ്സസ് ഒക്കെ തന്നു. ആക്ച്വലി സീക്കർ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് they were actually telling me, കാരണം റേഞ്ച് വെച്ച് നോക്കുമ്പോൾ there are bigger vehicles. Hongqi actually, Hongqi amazing range. റോൾസ് റോയ്സ് കളിലൊക്കെ പുള്ളിരിക്കും കാണാനായിട്ട് വണ്ടി. അപ്പോൾ ആ രീതിയിൽ ബട്ട് somehow the other I just went back with the Tesla. ഞാൻ ടെസ്ലയിൽ പോയി അപ്പൊ തന്നെ ഈ പറഞ്ഞതുപോലെ വീണ്ടും ബുക്ക് ചെയ്യുന്നു, വീണ്ടും കസ്റ്റമൈസ് ചെയ്യുന്നു. പിന്നെ അടുത്ത മോഡൽ വൈ ആണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വൈ ആണ്. വൈ ഐ തിങ്ക് വാസ് ദ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇറങ്ങി ദുബായിൽ ഇറങ്ങിയിരിക്കുന്ന മോഡലും വൈ ആണ്. എങ്ങനെയുണ്ട് പുതിയ വണ്ടി? അടിപൊളിയാണ്, സൂപ്പർ. ആദ്യത്തെ വണ്ടി ഒരു EV ജനറേഷൻ നമ്മൾ ഗോ ത്രൂ ചെയ്യും. അപ്പൊ ആദ്യം ടെസ്ല തന്നെ, പിന്നെയും ടെസ്ല തന്നെ. പക്ഷെ വൈയിലേക്ക് എത്തിയപ്പോൾ എന്തെങ്കിലും മേജർ ചേഞ്ചസ് ഉണ്ട്? നോട്ട് ദ സ്പേസ് ആൻഡ് സ്പെക്സ്. See, when I actually took my first vehicle, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ റേഞ്ചിന്റെ നോക്കുമ്പോൾ I didn't even go for a long range. ഞാൻ വളരെ നോർമൽ റേഞ്ച്, കാരണം ഇൻസൈഡ് സിറ്റി അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു. വാട്ട് ഇസ് 100 കിലോമീറ്റർ ഗോയിങ് ടു ചേഞ്ച് എന്നുള്ളതായിരുന്നു അന്നത്തെ എൻ്റെ ചിന്ത. പക്ഷെ എനിക്ക് മനസ്സിലായി that 100 kilometers is huge. നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റേഞ്ച് എത്ര കൂടുന്നു അത്രയും നല്ലതെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക് വെഹിക്കിളിലെ ചാർജ്, the charge that you are using for your kilometers is the same charge that you are using for charging your phone, is the same charge that you are using for your odometers, everything. So whatever extra you are doing is also coming from the same charge. അപ്പൊ ആ ചാർജ് തന്നെ പോകുന്ന സമയത്ത് ശരിക്കും ഈ 100 ഒക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഓപ്റ്റിമം സ്പീഡിന്റെ മുകളിൽ പോയാൽ തന്നെ ദ ചാർജ് പോകുന്ന രീതി വിൽ ബി ഹയർ. അപ്പൊ അത്രയും കൊണ്ട് തന്നെ നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ഈ 100 കിലോമീറ്റേഴ്സിന്റെ എക്സ്ട്രാ ചാർജ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഹ്യൂജ്. Why in the range is quite amazing. How much is it? 520 kilometers. It's a brilliant range. കാരണം നമുക്ക് എനിക്ക് സിറ്റി ഓട്ടേ ഉള്ളൂ, but still it's an amazing range. 520 You will be able to reach Abu Dhabi. Yeah, you can go and come back Abu Dhabi. Yeah. Earlier തിരിച്ചു വരുന്ന സമയത്ത് ലാസ്റ്റ് സിറ്റി പോയി ചാർജ് ചെയ്യണമായിരുന്നു. അതെ, പക്ഷേ ഇപ്പൊ അത് തന്നെയാണല്ലോ ഇപ്പൊ ദുബായിലുള്ളവർ മാക്സിമം ട്രാവൽ ചെയ്യുന്നത് രണ്ട്, നമുക്ക് എല്ലാം കൂടി അങ്ങ് അത്രയല്ലേ ഉള്ളൂ നമുക്ക് പോകാനായിട്ട്. സോ ഐ മീൻ ബോത്ത് പോയി വരാനുള്ള സാധനം യു വിൽ ഗെറ്റ് ഇറ്റ്. ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി RJ മിഥുൻ എന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു. ഞാനും ഇതേപോലെ തന്നെ കാണുമ്പോ ഈ ഹൗ ദീസ് RJ came from. കോൺസ്റ്റബിൾ വിജയൻ എന്ന് പറയുന്ന പോലെ RJ എന്ന് പറഞ്ഞാൽ റേഡിയോ ജോക്കി. ഐ വർക്ക് വിത്ത് റേഡിയോ കോൾ 89.7 FM. അതായത് 20 വർഷം മുമ്പ്, 21ാമത്തെ വർഷം ഇപ്പോൾ ഒരു ജൂൺ 6 ഞാൻ ഇവിടെ നിന്ന് വണ്ടി കയറുന്നത്, അതായത് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി അവിടെ ദുബായ് പോകുന്നത് ടു ലോഞ്ച് എ റേഡിയോ സ്റ്റേഷൻ കോൾ 96.7 FM. അതിലാണ് ഇപ്പോഴും ഞാൻ ഐ സ്റ്റിൽ വർക്ക് ദർ. ഐ ആം ദ പ്രോഗ്രാമിംഗ് ഹെഡ് ഓഫ് ദ സ്റ്റേഷൻ. രാവിലെ ദുബായിൽ ഇങ്ങനെ രാവിലെ ഞാൻ കംസ് ഫ്രം ഓയിൽ ഗ്യാസ് ഇൻഡസ്ട്രി. അപ്പോൾ രാവിലെ മൊബിലൈസേഷനൊക്കെ ജബ്ലാലിയിലേക്കൊക്കെ പോകും. ദുബായിൽ നിന്ന് ജദാഫിലായിരുന്നു ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പോകുമ്പോ ഈ ചാനലായിരുന്നു നമ്മുടെ അപ്പൊ യു ഫോളോ ദാറ്റ് യു നോ ആ ഒരു ഫെദർ എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്ത്. എനിക്കറിയാം ഞാനിപ്പോ അതിനൊരു എക്സാമ്പിൾ അല്ലേ കലാഭവൻ മണി. കലാഭവൻ എന്നുള്ള പേര് എന്ന് പറയില്ലല്ലോ. ഗുഡ് ഐഡിയ. ഇപ്പോൾ ഓഫനായി നാട്ടിൽ വരുന്നു പോകുന്നു. എനിക്ക് തോന്നുന്നില്ല ഫ്ലഡിന്റെ കാലഘട്ടങ്ങളിൽ ഫസ്റ്റ് ടെസ്ല എടുത്ത സമയങ്ങളിലൊന്നും നമ്മുടെ നാട്ടിൽ വരുമ്പോൾ EVs ഒന്നും കണ്ടതായിട്ട്. ഞാൻ ഫസ്റ്റ് വരുന്ന സമയത്തൊന്നും EV ഞാൻ കണ്ടതേ ഇല്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഏതാണ്ട് എല്ലാ ചാനലുകളും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് ഇതെന്താണ് ഇത് എന്ന് പറഞ്ഞിട്ട്. ഈവൻ ബൈചേട്ടനൊക്കെ അവിടെ വരുമ്പോൾ ബൈചേട്ടൻ പറഞ്ഞു ഇത് അന്ന് എൻ്റെ ടെസ്ല ഞാൻ ഇതില്ല അന്ന് ഇത് എന്ന് വെച്ചാൽ മാധ്യമത്തിന് ഇവർക്കൊക്കെ ആയിരുന്നു അന്ന് വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്നൊന്നും കണ്ടില്ല. ഇപ്പൊ ഈ ഇടയായിട്ട് എങ്ങനെ എന്ത് തോന്നുന്നു? ഇപ്പം EV അല്ലേ മുഴുവൻ ഇവിടെ മുഴുവൻ. ഐ മീൻ വെൻ ഐ കം ബാക്ക് ഐ ആം സീരിയസ്ലി ദാറ്റ് ഇസ് ദ ഓൺലി വേ ടു ഗ്രോ. ഞാൻ കണക്കാക്കുന്നതെന്ന് പറയാം, ഞാൻ പറയുമ്പോൾ
fossil fuels will deplete. There will be a point when fossil fuels will not exist anymore. അത് നമുക്ക് ലോകത്തിന്റെ ഏത് ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റുന്ന ഒന്നായിരിക്കും. അതില്ലാത്തൊരു സാഹചര്യം വന്നല്ലേ പറ്റുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ ദർ ഷുഡ് ബി എ വേ ഇൻ വിച്ച് സംബഡി, ഇപ്പൊ നമ്മുടെ രാമർ പെട്രോൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പെട്രോള് ഇപ്പൊ ലാബ് ഗ്രൗണ്ട് ഡയമണ്ട്സ് എന്ന് പറയുന്ന പോലെ ദർ ഷുഡ് ബി എ ലാബ് ഗ്രൗണ്ട് വേ ടു ആക്ച്വലി ഹാവ് സസ്റ്റൈനബിൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ. അത് വരുന്ന ഒരു കാലഘട്ടത്തിൽ മേ ബി യു മൈറ്റ് ഹാവ് ഇതുണ്ടാവും. പക്ഷെ അല്ലെങ്കിൽ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ സോഴ്സ്. ദിസ് ഗോയിങ് ടു ബി ദ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും നമുക്ക്. ഐ തിങ്ക് ആയിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം ദുബായിൽ റെയിൽ ബസ് എന്ന് പറഞ്ഞൊരു സാധനം അനൗൺസ് ചെയ്തു. ടോട്ടലി റണ്ണിങ് ഓൺ സോളാർ പാനൽസ്. 40 people can be transported. ഇത് വെച്ചിട്ടുള്ള സാധനം പറഞ്ഞു. ഞാൻ പറഞ്ഞു വെച്ചാൽ ആ സാധനത്തിന്റെ ഇറ്റ് വിൽ നോട്ട് ബി ലോങ് ബിഫോർ വി വിൽ ഹാവ്. അവിടെ ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ അബുദാബിയിലെ കിസാദിലാണെന്ന് തോന്നുന്നു, ഇതിൽ അവരൊരു ട്രാക്ക് ബിൽഡ് ചെയ്തു. ട്രാക്ക് വിച്ച് ആക്ച്വലി ഹെൽപ്സ് ടയേഴ്സുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് which can help you when you recharging. It's a track still. ഞാൻ പറഞ്ഞ ഈ രീതിയിലുള്ള സാധനത്തിലോട്ടുള്ള റിസർച്ച് ആണ് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ദാറ്റ് ഇസ് ദ ഓൺലി വേ യു ഗോണ ആക്ച്വലി അറ്റ്ലീസ്റ്റ് ഫൈറ്റ് പൊല്യൂഷൻ. The least of it, what I'm saying. Carbon footprints. It's going to be huge. നമ്മളിപ്പം ഞാൻ പറഞ്ഞ ഇൻട്രസ്റ്റ് ഇല്ലാതെ പോലുള്ള പടങ്ങളെല്ലാം കണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു. അതിനകത്ത് ടൈം ട്രാവലും ഇതും പറയണമെങ്കിലും അതിന്റെ തുടക്കം എവിടെയെന്ന് വെച്ചാൽ ഡസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതും സ്മോഗ് എന്ന് പറയുന്ന സാധനമായിരിക്കും. നമ്മൾ അധികം ദൂരമൊന്നും പോകണ്ടല്ലോ. ഡൽഹി പോയി നമ്മൾ കണ്ടതല്ലേ പൊല്യൂഷൻ എന്താണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട്. ആൾക്കാർക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിലോട്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ പറഞ്ഞ വെച്ചാൽ ലോകത്ത് മെക്സിക്കോ സിറ്റി പോലുള്ള സ്ഥലങ്ങൾ, ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ പൊല്യൂഷൻ വന്ന് മരിക്കുന്നതിന്റെ പോലും വൺ ഓഫ് ദ ബിഗസ്റ്റ് റീസൺസ് ഇസ് നോട്ട് ഇൻഡസ്ട്രീസ്, ഇറ്റ്സ് കാർസ്. കാരണം നമ്മുടെ നമ്മുടെ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് നമുക്ക് വണ്ടികൾ വേണം. വണ്ടികൾ കൂടുതലായിട്ട് പുറത്തിറങ്ങും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ബിഗർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടുകളും നമ്മുടെ ഇപ്പം മെട്രോ എല്ലായിടത്തും വരുന്നത് പോലെയും ഒക്കെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇലക്ട്രിക് മോഡ്സ് ആയിരിക്കും ഇനി അങ്ങോട്ട് വരാൻ ഏക മാർഗം ഉണ്ടാവുക. ഞാൻ പറഞ്ഞ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന്റെ കാര്യത്തിൽ ഇന്ന് സത്യം പറഞ്ഞാൽ ചർച്ച ചെയ്തേ ഉള്ളൂ. ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന്റെ കാര്യത്തിൽ കുറച്ച് ചർച്ച വേണ്ടെന്നുള്ളത്. ബട്ട് ഐ എം സ്റ്റിൽ സെയിങ് ദാറ്റ് വിൽ ബി ദ ഓൺലി സസ്റ്റൈനബിൾ വേ ഫോർവേഡ് എന്നുള്ളതാണ് ഞാൻ എന്റെ മനസ്സിൽ കാണുന്നത്. ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞുതരാം. സോ ഐ ആം ഇൻ എ വെരി കോൺസ്റ്റന്റ് ടച്ച് വിത്ത് ഈ ഒഫീഷ്യൽസ് ആയിട്ടും അതായത് സെൻട്രൽ ആയിട്ടൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ഈ ഒരു ബിസിനസ് ആയാണ് നമ്മൾ സംസാരിക്കുന്നുണ്ട്. വിത്തിൻ 2027 we will be having excess electricity in the nation. That will be there. പക്ഷേ still is it still being used by coal എന്നുള്ളതാണ് നമ്മുടെ അതിന്ന് മാറി ഇപ്പോൾ ഒരു റിന്യൂവബിൾ ആയിട്ടുള്ള വിൻഡ് ടർബൈൻ പ്രൊജക്ടുകളിലേക്ക്. വിൻഡ് ടർബൈൻ പ്രോജക്ട്സ് ഇപ്പൊ ഭയങ്കര ഹെവി ആയിട്ട് വരുന്നു. ഈവൻ നമ്മുടെ സീല് വിൻഡ് ടർബൈൻ കൊണ്ടുവച്ചിട്ടുള്ള ഇതിന്റെ കാര്യമൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം സംസാരിച്ചൊക്കെ കേട്ടിട്ട് ഞാൻ പറഞ്ഞ ഇറ്റ്സ് ഗോയിങ് ദ റൈറ്റ് ഡയറക്ഷൻ. കച്ചിലൊക്കെ വലിയ പ്രൊജക്ട്, അബ്സല്യൂട്ട്ലി 3000 മെഗാവാട്ട്സിന്റെ മുകളിലുള്ള പ്രൊജക്ടുകൾ കച്ചിൽ ഇനാഗുറേറ്റ് ചെയ്തു. അപ്പൊ അതൊക്കെ വരുമ്പോ ഇറ്റ് വിൽ ബി എ ലോട്ട് ഡിഫറെന്റ്. പക്ഷെ ഞാൻ പറഞ്ഞ ലോകമെമ്പാടും ദിസ് വിൽ ബി ദ വേ ടു ഗോ എന്നാണ് കാണുന്നത്. There will be a lot of naysayers. ഇതിനകത്ത് നെഗറ്റീവായിട്ട് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് മേ ബി ഐ എം റോങ്. എന്റെ റിസർച്ച് ചിലപ്പോൾ ശരിയാവണമെന്നൊന്നുമില്ല. ദിസ് ഇസ് ദ റിസർച്ച് ദാറ്റ് വി ഹാവ് ബീൻ ഡൂയിങ്. അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഗവൺമെന്റ് ഞങ്ങൾ നോക്കി കാണുന്നത് ഹൗ ദ ഗവൺമെന്റ് പോളിസീസ്, വാട്ട് ഈസ് ദ ന്യൂ OEMs ബ്രിങ്ങിങ് ഓൺ ദ ഗ്രൗണ്ട് അല്ലേ. വെഹിക്കിൾസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ആരെങ്കിലും ഇനി EV അനൗൺസ് ചെയ്യാൻ ബാക്കിയുണ്ടെന്ന്. കാർ മാനുഫാക്ചർ എല്ലാവരും ചെയ്തു. ഞാനത് പറഞ്ഞേ നമ്മളവിടെ പറയുക എന്തൊക്കെ പുതിയത് അനൗൺസ് ചെയ്താലും റേഡിയോ അതിൽ നിന്ന് പോകാതിരുന്നാൽ മതി ഇപ്പോഴും FM എന്ന് പറഞ്ഞ ഡയൽ അതിനകത്തുണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെ നോക്കിയാലും ഞാൻ പറയണത് വെച്ചാൽ അടുത്തത് ഇതാണെന്ന് പറഞ്ഞ് എല്ലാവരും മാറി തുടങ്ങി. ഇന്ത്യയിലുള്ളത് ശരിക്കും പറഞ്ഞാൽ മാറി വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം ടർബൻസും കാര്യങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി എ ലോട്ട് ഡിഫറെന്റ്. നമുക്കത് അതിലോട്ട് എന്തായിരുന്നാലും എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് ദ വേ ഫോർവേഡ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ അവിടെ തുടങ്ങിയ സമയത്ത് വാട്ട് ദേ യൂസ് ടു ഡു, അതായത് നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ സാലിക് വാസ് ഫ്രീ, പാർക്കിംഗ് വാസ് ഫ്രീ. ദ ഫസ്റ്റ് ഇയർ ഞാൻ ടെസ്ല എടുത്തിട്ട് എനിക്ക് ഒരു വർഷം ആക്ച്വലി എനിക്ക് പറഞ്ഞാൽ ഒരു വർഷം 4 മാസവും കിട്ടി. കാരണം ബാക്കി എല്ലാം കൂടി ചേർത്തിട്ട് കാരണം കൊറോണയുടെ ടൈമും കൂടിയായിരുന്നു. ദേ വാണ്ടഡ് പീപ്പിൾ ടു ടേക്ക് ഇലക്ട്രിക് കാർസ് എന്നുള്ളത് വെച്ചിട്ടുള്ള ഇൻസെന്റീവ് ആയിരുന്നത്. ഫ്രീ ആയിരുന്നു. And charging is still free, except for Diva. Yeah, that's the same like Europe, Tesla, UK. Tesla, it's absolutely free. Penetrating in the market. They have not started charging us even the 40 dirhams. നമ്മുടെ മറ്റേ എല്ലാ മാസവും മറ്റേ അതുപോലും ഇതിനും ചാർജ് തുടങ്ങിയിട്ടില്ല. And reason എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാപ്സ്, അതായത് ടെസ്ല മാപ്സ് ആർ സ്റ്റിൽ ബീങ് ഗ്രേഡഡ്.
നമ്മുടെ ഇപ്പോഴും അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ഓട്ടോണോമസ് ആയിട്ട് ഓടിക്കാൻ പറ്റില്ല. ഇല്ല അല്ലേ? ഇല്ല, ഇറ്റ്സ് ഓൺലി അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ മാത്രമേ ഉള്ളൂ. വി ഡോണ്ട് ഹാവ് എ പ്രോപ്പർ ഓട്ടോണോമസ് ഡ്രൈവ്. ഓട്ടോണോമസ് ഡ്രൈവ് അറിയണമെങ്കിൽ അമേരിക്കയിൽ പോയി തന്നെ അറിയണം എന്നുള്ള കാരണം. പക്ഷെ സമൺ വർക്ക്സ് കേട്ടോ. സമൺ നമ്മൾ പാർക്കിംഗ് സമൺ ഉണ്ടല്ലോ, അത് വർക്ക് ചെയ്യും. ഫുൾ നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്ത് ഈവൻ ഇൻ എ ഗ്യാപ്പ് യു കൻ ആക്ച്വലി പാർക്ക്. ഓട്ടോമേറ്റഡ് പാർക്കിംഗ് ഞാൻ ഇപ്പം മറ്റേ 2 വണ്ടിയിലും ഉണ്ട്. പക്ഷേ ദിസ് ഇസ് അൾട്ടിമേറ്റ് ശരിക്കും പറഞ്ഞത് ഇതിനകത്ത്. ദുബായില് പിന്നെ ആൾക്കാർ ആ വരയുടെ ഉള്ളിലല്ലേ പാർക്ക് ചെയ്യും. അതെ അതെ, അല്ലെങ്കിൽ ഫൈൻ വരും. അതെ, നാട്ടില് മട്ടാഞ്ചേരി കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നു. പണ്ട് നമ്മൾ മറ്റേ ഇതിലിടുമായിരുന്നു, എന്നിട്ട് പറയും ഇൻഷുറൻസ് ആണെന്ന് പറയായിരുന്നു, മറ്റേ വണ്ടി ഒന്നും ഇടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് 5 years ആയിട്ട് EVയുടെ ജേണിയിലൂടെ പോകുന്നു. അതേപോലെ തന്നെ IC എൻജിൻസും ഉണ്ട്. യു ലവ് പാഷൻ അബൌട്ട് EVs. തുടക്കത്തിൽ നമ്മൾ വണ്ടി എടുത്ത സമയത്ത് ഒരു ഏർലി ബേർഡ് ആണല്ലോ. ഇത് എവിടെയാ ചാർജ് ചെയ്യാറപ്പോ? അത് ഫസ്റ്റ് 2 മാസം എനിക്ക് നല്ല പണിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഭാര്യ അവസാനം പറഞ്ഞത് കൊടുത്തത് എനിക്ക് ഇവിടെ ഇത് സമാധാനം ഇല്ലെന്ന് വെച്ചാൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ദീപ വാസ് വെരി, അതായത് ദീപ അവിടുത്തെ ഭയങ്കര പ്രോ ആയിരുന്നു. അപ്പൊ നമ്മുടെ ബിൽഡിംഗ് പറഞ്ഞ് ഞാൻ താമസിക്കുന്ന നമ്മുടെ ബിൽഡിംഗ് പറഞ്ഞ് സോറി ഇത് കൊടുക്കാൻ പറ്റില്ല കാരണം അതിനുള്ള ചാർജ് ഇല്ലാന്ന്. But then it was a huge fight actually. It went on for a month. But they said ഇതില്ല. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വെളിയിൽ നിന്ന് ഇതെടുത്തോളാം, ലൈൻ വലിച്ചോളാം, ഐ വിൽ പേ ഫോർ ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു വഴക്ക് തന്നെ നടന്നു. കാരണം ബിൽഡിംഗ് വാസ് നോട്ട് റെഡി ടു ഗിവ്. ബിൽഡിംഗ് ഞാൻ അവസാനം സംസാരിച്ച് മനസ്സിലാക്കി ഒരാൾക്ക് കൊടുത്താൽ ഒരുപാട് കൊടുക്കേണ്ടി വരും എന്നുള്ള പ്രശ്നമായിട്ട്. ആൻഡ് ദേ വർ പ്ലാനിങ് ടു അവരുടെ പബ്ലിക് ഏരിയയിൽ ദേ വർ പ്ലാനിങ് ടു ഇൻസ്റ്റാൾ ദെയർ ഓൺ ചാർജിങ് സ്റ്റേഷൻസ്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, നടക്കില്ല, എനിക്ക് എൻ്റെ സ്വന്തം ചാർജർ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ദീവ സ്റ്റുഡ് ബൈ മൈ സൈഡ്. ദീവ ഈ ആക്ച്വലി ഇപ്പൊ നമ്മുടെ ഇത് ചെയ്തു തന്ന ആൾക്കാരുണ്ട്, അവരും ഒക്കെ നമ്മുടെ സൈഡിൽ തന്നെ നിന്നിട്ട് ബിൽഡിങ്ങിന് അഗേൻസ്റ്റ്, നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിന് അഗേൻസ്റ്റ് സ്വന്തം വീടാ, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. അപ്പൊ അവസാനം അത് ദുബായ് പ്രോപ്പർട്ടീസുമായിട്ടൊക്കെ സംസാരിച്ച് എങ്ങനെയൊക്കെയോ മറ്റേ പല ആൾക്കാരും മറ്റേ മിമിക്രിക്കാരെ കൊണ്ടൊക്കെ വിളിപ്പിച്ച് അറബിയിലൊക്കെ സംസാരിപ്പിച്ച് എങ്ങനെയൊക്കെയോ ശരിയാക്കി. അതുവരെ that is almost 1.5 months after I got my vehicle. അത് അപ്പോഴാണ് ഈ ചാർജർ സെറ്റ് ആവണത്. അതുവരെ ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ രാവിലെ നേരത്തെ എണീക്കും, സാധാരണ പോലെ തന്നെ രാവിലെ നേരത്തെ എണീക്കും. രാവിലെ എണീക്കുമ്പോൾ രാവിലെ ഇവരൊക്കെ എണീക്കുന്നതിന് മുമ്പ് മറ്റേ മോളെ ഡ്രോപ്പ് ചെയ്യേണ്ടതുണ്ട്, സ്കൂൾ ബസ് അവിടെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നേരെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വെയ്ത്രോസിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇറ്റ്സ് അറൌണ്ട് 3 kilometers away from the place that അവിടെ രാവിലെ ഈ സമയത്ത് പോയാലേ നമുക്ക് കിട്ടുള്ളൂ, മറ്റേത് വേറെ ആരെങ്കിലും വന്നിട്ടും അവിടെ ചെന്ന് കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് നേരെ അപ്പോഴാണ് കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്തത്. അവിടെ നിന്ന് നേരെ ജോഗിങ് പോയി നേരെ ഓടി ഇതെല്ലാം കഴിഞ്ഞ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് പോകുന്ന സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പുറത്ത് താമസിക്കുന്നത്, പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ട് പുള്ളി എന്നെ വെയ്ത്രോസിന്റെ അവിടെ ഡ്രോപ്പ് ചെയ്ത് അവിടെ നിന്ന് കാർ തിരിച്ചു വീട്ടിൽ പോവുക. അങ്ങനെയായിരുന്നു ഓൾമോസ്റ്റ് എ മന്ത്. അപ്പം ഭാര്യക്കൊക്കെ ദേഷ്യം എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ഞാനീ മറ്റേ ഇത് രാവിലെ അങ്ങ് പോവുക. ചില ദിവസം മറ്റേ അബുദാബിയൊക്കെ പോകാനുണ്ടെങ്കിൽ നേരെ കൊണ്ടുപോയിട്ട് മറ്റേ സൂപ്പർ ചാർജറിൽ കൊണ്ടുപോയി ചാർജ് ചെയ്തിട്ട് വരാൻ. ദുബായ് മാളിലൊക്കെ സൂപ്പർ ചാർജേഴ്സ് ഉണ്ട്. ഇപ്പം യു ഗോ ടു എനി മോൾ യു ഹാവ് അറൌണ്ട് 20 to 25 ചാർജേഴ്സ് ഇൻ ഓൾമോസ്റ്റ് എവറി മോൾ. ഞാൻ പറയണത് 4 വർഷം മുമ്പുള്ള കാര്യം, 2021. അപ്പോ ആ സമയത്ത് ഒന്നും ആയിട്ടില്ല. മോൾ ഓഫ് എംബറൻസിലൊക്കെ ചാർജർ വെച്ചിട്ട് മറ്റേ കവർ ഊരിയിട്ടില്ല ആ സമയത്ത്. ഇപ്പം എല്ലായിടത്തും ഇപ്പം ഇനഫ് ആൻഡ് മോർ ബട്ട് മോർ വെഹിക്കിൾസ്. സോ ഈ 2021 ഇപ്പം നമ്മൾ നിൽക്കുന്ന 2025, ഇതിലെ ഏത് കറക്റ്റ് സ്പെസിഫിക്കലി ഏതെങ്കിലും ഒരു ഇയറിലാണ് ഇത് അഗ്രസീവ്ലി ഗവൺമെന്റും വണ്ടികളും ചാർജറൊക്കെ പെട്ടെന്നൊന്ന് കയറിയത്? ഫ്രം അറൌണ്ട് 2020 ഐ തിങ്ക് ദുബായ് വളരെ വ്യക്തമായിട്ട് ഒരു ഇത് കൊടുത്തിരുന്നു, മെസ്സേജ് കൊടുത്തിരുന്നു. ബിക്കോസ് ഇഫ് യു ടുക്ക് an EV everything was free for you. ഇത് കഴിഞ്ഞിട്ട് ഈ ചാർജിങ് സ്റ്റേഷൻസിന്റെ കാര്യത്തിൽ ദീവ് ആക്ച്വലി ടുക്ക് എ ഹോൾ സ്പിൻ. ഏതാണ്ട് എല്ലാ പമ്പുകളിലും 2 vehicles parking spaces were allocated for electric charging. അഡ്നോക്കിലും ഇതിലും എനോക്കിലും ഒക്കെ അങ്ങനെ ചെയ്ത് അവരുടെ അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് വെച്ചിരുന്നു. പിന്നെ ചാർജേഴ്സ് വന്നത് പിന്നീടാണ്, പക്ഷെ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഏതാണ്ട് എല്ലായിടത്തും അങ്ങനെ ആയി മാറുന്ന ഒരു സാഹചര്യം കണ്ടു തുടങ്ങി. പിന്നെ മോളുകളെല്ലാം ചാർജിങ് സെന്റേഴ്സ് ആയി. പിന്നെ എന്തായെന്ന് വെച്ചാൽ പിന്നെ പതുക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ മറ്റേ ഇത് വരുമല്ലോ, ഡിസ്പാരിറ്റി വരുമല്ലോ, വലിയ വണ്ടികളും ചെറിയ വണ്ടികളും ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമല്ലേ.
ടാക്സീസ് ഇപ്പം ശരിക്കും പറഞ്ഞ മോൾസിൽ ചാർജ് ചെയ്യാൻ സമ്മതിക്കാറില്ല. ദേ ഹാവ് ടു ഗോ ടു ഇത് തന്നെ പബ്ലിക് ചാർജസ്. ഞാനവിടെ EV ടാക്സി ഉപയോഗിക്കുമ്പോൾ അവർ പറയാറുണ്ട് ചാർജർ അവരെ സമ്മതിക്കില്ല. അതും കോമഡിയാണ്. ഞാൻ എന്റെ ബോർഡ് ചോദിച്ചു വാങ്ങിച്ചത്. എന്റെ നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ 96.7 ആണ് എന്റെ ചാനൽ. ഇപ്പൊ 96070 ആണ്. അന്ന് ലെറ്റർ ഇതുണ്ടായിരുന്നു, എല്ലും എമ്മും ഉണ്ടായിരുന്നു. ഇപ്പൊ ഭാര്യയുടെ പേരിൽ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ എല്ലാം എടുത്തു. എല്ല് എന്ന് പറയുന്ന ലിമോയുടെ നമ്പർ പ്ലേറ്റാ. അപ്പൊ അതുകൊണ്ട് ഞാൻ കയറി ചെന്നവിടെ ചോദിക്കും, ലിമോ ഞാൻ ഇത്രയും നല്ല വേഷം ഇട്ട് വന്നിട്ട് നിങ്ങൾ സമ്മതിക്കില്ലല്ലേ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ദുബായിൽ വാട്ട് അബൌട്ട് ദ വെഹിക്കിൾ പോപ്പുലേഷൻ എങ്ങനെയുണ്ട് EVയുടെ? ശരിക്കും പറഞ്ഞാൽ ആസ് ഫാർ ആസ് ഐ നോ, ഞാൻ പറഞ്ഞ എവറി ഡേ ന്യൂ ഇലക്ട്രിക് സ്റ്റേഷൻ ഇസ് പോപ്പിംഗ് അപ്പ്. പക്ഷേ ഐ തിങ്ക് വി നീഡ് മോർ. ഇപ്പോ ടെസ്ലയാണല്ലോ ആദ്യം ഒരു പെനിട്രേഷൻ UAE നടത്തിയത്. അപ്പോൾ ടെസ്ല ഒരു മൊണോപ്പൊളി പിടിക്കാൻ വേണ്ടി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. എന്ന് വെച്ചാൽ ടെസ്ലയുടെയും ആപ്പിളിന്റെ അഡ്വന്റ് കൊണ്ടുവന്ന ഏറ്റവും വലിയ വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ശരിക്കും അതുവരെയും യു നീഡ് മെയിൻലാൻഡിൽ ഒരു ലൈസൻസിന് യു നീഡ് സ്പോൺസർ. ഇപ്പൊ മെയിൻലാൻഡിലെ ലൈസൻസിൽ ഒരു സ്പോൺസർ പോലും വേണ്ടെന്നത് ഈ കമ്പനികളുടെയൊക്കെ അഡ്വന്റിലൂടെയാണ്. അപ്പൊ ടെസ്ല ആക്ച്വലി came in with a big name behind them, then they started on their own. പക്ഷേ ഈ അഗ്രഷൻ തുടങ്ങിയത് ടെസ്ലയാണെന്ന് ഞാൻ പറയൂല. അഗ്രഷൻ സ്റ്റാർട്ടഡ് വിത്ത് ചൈനീസ് വെഹിക്കിൾസ്. അവരെങ്ങനെയുണ്ട്? ഹ്യൂജ്. അവർ ഞാൻ പറഞ്ഞ ചൈനീസ് വെഹിക്കിൾസ് നല്ല ഹെവി ആയിട്ട് പോകുന്നുണ്ട്. BYD is doing amazing out there. എക്സീഡ് BYD സബ്സ്ക്രിപ്ഷൻ ബേസിസിലൊക്കെ കൊടുക്കുന്നത് പോഡ്കാസ്റ്റിൽ ലീസ് ആൻഡ് ഓൺ അങ്ങനെ growing very popular. അമേരിക്കയിൽ ഓൾറെഡി ഉണ്ടല്ലോ ലീസ് എന്ന് പറഞ്ഞ സാധനം. ഇറ്റ്സ് ഗോയിങ് വെരി പോപ്പുലർ റൈറ്റ് നൗ ഇൻ UAE. ആൾക്കാർ വെഹിക്കിൾ കാർ ലീസ് എന്ന് പറയുന്ന കാർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് ആക്ച്വലി ഗ്രോയിങ് വെരി പോപ്പുലർ. ഫ്രാഗ്മെന്റഡ് ഓണർഷിപ്പ് വരെ തുടങ്ങിയത്. അതായത് ഇപ്പൊ ഒരു ഫെറാറിയിലൊക്കെ നമുക്ക് മുഴുവനായിട്ട് വാങ്ങണ്ട, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ. ഞാൻ ഇന്ത്യയിലും ഒരു മലയാളിയുടെ ഒരു ഇതേമാതിരി പോഡ്കാസ്റ്റ് കണ്ടായിരുന്നു. റേഞ്ച് റോവർ ഏതോ ഒരു വോഗാന്നുണ്ട് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾ 10 ലക്ഷം ഇട്ടാൽ മതി, അവർ തന്നെ അറേഞ്ച് ചെയ്ത് ഒരു 10 പേരെ കൊണ്ട് മേടിപ്പിച്ച് ഇത്ര കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് അങ്ങനത്തെ പ്ലാനുകളൊക്കെ ആയി. Why you are spending 3 crores for it? ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹമല്ലേ. ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും ആഗ്രഹം. കഴിഞ്ഞ ദിവസം ഒരാള് ഇതിട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഫെറാറിയിൽ വന്ന് ഫുൾ ജാടയിൽ നിൽക്കുന്നു. അപ്പൊ ഇത് കൊണ്ടുവന്നിട്ട് ഫ്രങ്കില് കൊണ്ടുവന്ന് ഇത് വെക്കാനായിട്ട് തുറക്കാറിഞ്ഞൂടാ, ചോദിക്കുന്ന സാധനമുണ്ട്. അപ്പോൾ ദുബായിലൊരു ജേണി ഇപ്പോൾ മോസ്റ്റ്ലി മിഥുന അവിടെയാണ്, പക്ഷെ അതേമാതിരി ഓഫൺ നമ്മുടെ നാടായിട്ട് പല പ്രോഗ്രാംസ് ആയിട്ടും വന്നു. അപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മലയാളികളാണല്ലോ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ എന്ന് പറയുന്നത്. കേരളത്തിൽ ഈ റെവല്യൂഷൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 വർഷങ്ങളാണ് ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ് മിഥുന് തോന്നുന്നത്? ദിസ് ഈസ് ഗോയിങ് ടു ബി എ ബൂം? ഐ മീൻ ഇന്ത്യ അല്ല, ഞാൻ കേരളത്തിലാണ് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് കാരണം നമ്മളിത് അക്സെപ്റ്റ് ചെയ്ത് വരാൻ ചിലപ്പോൾ ഇനിയും സമയമെടുത്തെന്ന് വരാം. കാരണം ഇപ്പോഴും ഈ പറയുന്നത് പോലെ നമുക്ക് ഇതിൻ്റെ ഒരു സമയം ഇന്നും ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് നൗ വി ആർ സ്റ്റിൽ ഇൻ ദാറ്റ് വേർജ് ഇൻ വിച്ച് യു ക്യാൻ ആക്ച്വലി ഗോ ടു എ ഗ്യാസ് സ്റ്റേഷൻ അല്ലെ പമ്പിൽ പോയിട്ട് നമുക്ക് പെട്രോൾ അടിക്കണമെങ്കിൽ ഇറ്റ് ടേക്സ് യു ഹാർഡ്ലി വാട്ട് ഇനി എത്ര 2 minutes 3 minutes. ഞാൻ പറഞ്ഞത് 5 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് നമുക്ക് ഇപ്പോഴും ഇതില്ല. But a charger is not like that. Even if you want to have a 240 kilowatt നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ചാർജറിൽ നമ്മൾ ചാർജ് ചെയ്യണമെങ്കിലും it takes 20 minutes 20-25 minutes 20-25 minutes minimum. So that culture has to seep in. നമുക്കത് കൊണ്ട് നമ്മളൊരു മോളിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ you can keep it there, go shop and come back in the meantime എന്നുള്ള സാധനം വരും. Your coffee shops are going to have easy chargers. അപ്പൊ ആ ചാർജറിന്റെ സ്ഥലത്ത് അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ കോഫി കുടിച്ച് ഇറങ്ങുമ്പോൾ ഇറ്റ് വിൽ ബി ചാർജ്ഡ് എന്ന് പറയുന്ന ഒരു കൾച്ചർ വരണം. കാരണം നമുക്ക് അത്രയും ക്ഷമയില്ല. ഈ ക്ഷമയില്ലായിക നമുക്കൊരു 3 സെക്കൻഡിനകത്ത് നമ്മളെ കുക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ റീല് പോലും കാണില്ല, നമ്മളടുത്ത് മാറ്റിയിട്ട് പോകുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞ വെച്ചാൽ അത്രയും കണ്ട് നമ്മുടെ അറ്റൻഷൻ സ്പാനും നമുക്ക് ക്ഷമയില്ലായികയും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. സോ നമ്മൾ ഇമ്മീഡിയറ്റ് സാധനങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഇതൊരു ഹിൻഡ്രൻസ് ആയിട്ട് വരാം. ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ there will be a point in which ഇപ്പൊ നമ്മൾ അലുമിനിയം ബാറ്ററീസിനെ പറ്റി കേട്ടോളി. നമ്മൾ നേരത്തെ സിൽവർ അയണും മറ്റേ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് നേരെ അലുമിനിയം ബാറ്ററീസ് ടെസ്ല ഹാസ് അനൗൺസ്ഡ് അലുമിനിയം ബാറ്ററീസ് ആണ് ഇനി അടുത്ത. ദാറ്റ് ചാർജിങ് ഇസ് നോട്ട് ഗോയിങ് ടു ടേക്ക് 20 minutes anymore. അലുമിനിയം ബാറ്ററീസ് വരുമ്പോൾ ചാർജിങ് ടൈം ഇസ് ആക്ച്വലി ഗോയിങ് ടു ബി ഹാഫ്. അതാ പറഞ്ഞത്, ആ ഹാഫ് വരുമ്പോൾ
യു നോ ദാറ്റ് യു ഗോയിങ് ഇൻ ഫോർ ഹാഫ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. 20 മിനിറ്റ് എടുത്തോണ്ടിരുന്ന നമുക്ക് 10 മിനിറ്റ് ആയിട്ട് കുറയും അലുമിനിയം ബാറ്ററീസ് വരും. There will be something in the future that they are going to find. We should actually bring that down as well. അടുത്ത സാധനത്തിലോട്ടും കൂടി താഴോട്ട് കൊണ്ടുവരുന്ന ഒരു സാധനം. അപ്പോ ബട്ട് ദാറ്റ് ടേക്സ് അനദർ. നമുക്കിപ്പോ നമ്മളിപ്പോ ഈ റെവല്യൂഷൻ എടുത്ത സമയം എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ എത്രത്തോളം. പണ്ട് ബാംഗ്ലൂര് നമ്മൾ പോകുമ്പോ നമ്മൾ മൂട്ടക്കാർ എന്ന് വിളിക്കുന്ന ഒരു കാർ ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്തായിരുന്നു എന്റെ പേര്? മഹീന്ദ്രയാണ് അത് കൊണ്ടുവന്നത്. 8 വർഷങ്ങൾക്ക് മുമ്പ് 80 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ ഒരു ചാർജിന് കിട്ടുന്നുള്ള 80 കിലോമീറ്റേഴ്സ് കണ്ട് ഒരു ചാർജിന് കിട്ടുന്നത്. അത് ഞാൻ പറഞ്ഞ ഏത് വർഷം? 96. അന്ന് റെവല്യൂഷൻ ആയില്ല. ഇവിടെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ദിവസം കഴിയുമ്പോൾ 80 കിലോമീറ്റർ കിട്ടുന്ന സാധനത്തിന് എല്ലാം വർക്ക്. ബട്ട് സ്റ്റിൽ there were people who wanted it, അല്ലേ? And still using it. ഗ്രൗണ്ടിൽ ഇന്നും അതുണ്ട് കേട്ടോ ബാംഗ്ലൂർ. There will be a market for it എന്നുള്ളതിന്റെ തെളിവാണല്ലോ അത്. ഭയങ്കര വലിയ മാർക്കറ്റ് ആവുമോ അല്ലേ എന്നുള്ളത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുക. ഓൺ ആൻഡ് ഫോർത്ത്. പക്ഷെ അവിടെ നിന്ന് നമ്മളിപ്പോ എത്തി നിൽക്കുന്നിടത്ത് റെവായിട്ട് ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കും? അയ്യോ, hardly 2 minutes. We are the generation who actually saw analog converted to digital. We went from a VHS to a VCD to a DVD to a USB to a subscription mode of watching movies എന്ന് പറയുന്നത് in a span of what? 10-15 years? Floppies to cloud. നമുക്ക് എത്ര സമയം എടുത്തു? But that's what we went from analog to digital in like that. So how is it going to be in the next? The time, മിഥുൻ പറഞ്ഞ പോലെ ടൈമാണ് ഇപ്പോൾ ഒരു ഷോ സ്റ്റോപ്പർ ആയിട്ട് EV-യിൽ ഞാനും നോക്കി കാണുന്നത്. But at the part, speed wise, delivery wise, comfort wise, it's amazing when you're comparing to IC engines. And maintenance cost is very low. അതടുത്തല്ലേ നമ്മള് കാർബറേറ്റർ ഒന്നും നമ്മൾ പറയുന്നില്ല. Piston rings, ഷോക്സും ഇത് മാത്രമല്ലേ നോക്കേണ്ടതുള്ളൂ, ബ്രേക്ക് മാത്രമല്ലേ നോക്കേണ്ടതുള്ളൂ. ഇതെല്ലാം അപ്പൊ ആ ഒരു ഭാഗത്തിന് ബാറ്ററിയുടെ ഇൻവെൻഷനിലും കൂളിംഗ് മെക്കാനിസത്തിലും കെമിസ്ട്രിയിലും മാറിക്കൊണ്ടിരിക്കുന്നു. BYD ലാസ്റ്റ് മന്ത് ലൈഫ് ടൈം ബാറ്ററിയുടെ റിസർച്ച് സെന്റർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ലൈഫ് ടൈം ഉള്ള ബാറ്ററി ഉള്ള ഒരു ഡിഫറെന്റ് വിങ് ആയിട്ട് BYD പറഞ്ഞു. നമുക്ക് ഇതിന്റെ റിസർച്ച് കുറച്ചുകൂടി നമുക്ക് എളുപ്പമാവാൻ പോവാണ്. നമുക്ക് മെറ്റീരിയൽസ് മാറാൻ പോവാണ്. ഇതെല്ലാം മാറ്റി മറിച്ച് വരുമ്പോൾ ഐ എം സെയിങ് ദ ടൈം ഇസ് ഗോയിങ് ടു റെഡ്യൂസ് എവറി ഡേ. Like when we are sitting and talking about this in 2026, we're not going to be talking 20 minutes. No. We'll be talking 10 minutes or maybe even lesser than that. ആ സമയത്ത് പിന്നെ നമ്മുടെ പെട്രോളിന്റെ അടിക്കാൻ പോകുന്ന സമയവും ഇതും തമ്മിലുള്ള വ്യത്യാസം നെഗ്ലിജിബിൾ ആവുമ്പോൾ അപ്പൊ തൊട്ട് മലയാളി എന്നല്ല ലോകമെമ്പാടും ഇതിലായിരിക്കും ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞു വന്നു. റെവല്യൂഷൻ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നു, ഇന്ത്യയിൽ നടക്കുന്നു, സ്പെഷ്യലി കേരളത്തിൽ നടക്കുന്നു. അപ്പോൾ കേരളത്തിൽ മിഥുൻ അറിയുന്ന ആരെങ്കിലും EV ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. EV ഉപയോഗിക്കുന്ന 1-2 ആൾക്കാരുണ്ട്. മഞ്ജുഷി എടുത്തതും ഒരു EV ആയിരുന്നു. മഞ്ജുഷി എടുത്തത് കൂപ്പറിന്റെ EV ആയിരുന്നു. She's so happy with it. കാരണം എറണാകുളത്ത് ഓടിപ്പിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ആസിഫിനുണ്ട്, EV ഉണ്ട്. മഞ്ജു EV എടുക്കുന്നതിന് മുമ്പ് നമ്മളവിടെ ഞാൻ ടെസ്ലയുടെ അവിടെ കൊണ്ട് കാണിച്ച് ഇത് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു ദിസ് ഇസ് ദ വേ ഫോർവേഡ് എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അപ്പൊ എങ്ങാനും പ്രശ്നം വന്നിരുന്ന എന്റെ തലക്കടിച്ചത്. അപ്പം നമ്മൾ EVയെ പോലെ തന്നെ EVക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IC എൻജിൻസിന് ഗ്യാസ് സ്റ്റേഷൻസ് എന്ന് പറയുന്ന പോലെ EVസിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തുടക്കത്തിലൊരു ഹസിൽ പറഞ്ഞല്ലോ, ഒരു 1.5 മാസം എന്ത് ചെയ്തു തല്ലുകൂടി എന്നുള്ളത്. അപ്പോൾ അതുപോലെ ചാർജേഴ്സ് അനിവാര്യമാണല്ലോ. ഇപ്പോൾ ഈ ചാർജേഴ്സിന് എടുക്കുന്ന സമയങ്ങൾ, അപ്പോൾ മിഥുൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ചാർജേഴ്സ് എത്രമാത്രം വേണ്ടി വരും? ചാർജേഴ്സ് ഡെവലപ്പ് ആവുന്നുണ്ടോ? വേർ യു ലൈക്ക് ടു ബി ഡൂയിങ് ദ ചാർജിങ്? ഐ വിൽ ടെൽ യു സംതിങ്. ഇപ്പോൾ ഞാൻ പണ്ട് വരുമ്പോൾ ഇവിടെ ചാർജർ ഇല്ലായിരുന്നു. പിന്നെ എവിടെ തിരിഞ്ഞു നോക്കിയാലും ചാർജർ കാണുന്നുണ്ട് എന്നുള്ളതൊരു ഭയങ്കര വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇവിടെ ഉള്ളൊരു പുതിയ ഹോട്ടലിൽ പോയി താമസിച്ചു. പുതിയ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ താമസിക്കുന്ന ഹോട്ടൽ താഴെ നോക്കുമ്പോൾ അവിടെ 2 ചാർജറാണ്. അപ്പം ഞാൻ quite amazing that it's developing at such a good pace. ഇപ്പം നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞപ്പോൾ 2 പാർക്കിംഗ് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചാർജർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും എന്ന് പറയുന്നത് ഈസി തിങ്, റൈറ്റ്? എല്ലാവരും അത് ചെയ്യാൻ തയ്യാറാവുന്നെന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമല്ലേ. ആൻഡ് ഈ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ ഇപ്പോഴത്തെ കൾച്ചറിൽ നമുക്കിപ്പം നമ്മളെന്താ ലാസ്റ്റ് എക്സിറ്റിൽ പോയി ചാർജ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം നമ്മുടെ ദുബായിലെ യു ഹാവ് എ ലോട്ട് ഓഫ് ഫുഡ് ഓപ്ഷൻസ്, യു ഹാവ് ഈവനിങ് ഒന്ന് പോയി ചെന്ന് ചില്ല് ചെയ്തിരിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉള്ള ഒരു സ്ഥലം. അപ്പോൾ ഫോർ അറ്റ്ലീസ്റ്റ് ദ ടൈം ബീയിങ് ഈ ചാർജിങ് സ്റ്റേഷൻസിനോടൊപ്പം കോഫി ഷോപ്പ്, മേ ബി
ഈ ചെറിയ ആമിനിറ്റീസ് വാങ്ങാൻ പറ്റുന്ന, നമ്മളിപ്പം പമ്പുകളിൽ പോകുമ്പം 7-Eleven പോലുള്ള സാധനങ്ങൾ, ഗ്രോസറീസോ ഒക്കെ സാധനങ്ങളൊക്കെ ചിലപ്പോ അവിടെ വർക്ക്ഔട്ട് ആയി തുടങ്ങി എന്ന് വരാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, this will and toilets, all those things when you are actually needing to charge, those will be the points that you will need. Correct. ഇത്രയും സമയം കിട്ടില്ലേ, ഒരു 20 മിനിറ്റ് സമയം കിട്ടില്ലേ. I think most of the cars are internet built in. Absolutely. അപ്പോൾ ഇൻ ഷോർട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ശരാശരിയുള്ള വണ്ടികൾക്ക് സമയം കൂടുതൽ എടുക്കുന്നത് കൊണ്ട് ഓൾവേസ് എമ്യൂണിറ്റീസ് ഉള്ള ഒരു ഏരിയാസ് ആണെങ്കിൽ ആയിരിക്കും നല്ലത് എന്ന് എനിക്ക് പിന്നെ ഈവൻ ഗ്യാസ് സ്റ്റേഷന്റെ കൾച്ചർ തന്നെ നോക്കുമ്പോൾ ഇത് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് അടിക്കുന്ന സ്ഥലത്ത് പോലും അവിടെ ഗ്രോസറീസ് നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇത്രയും സമയം എടുക്കുന്നത് മിനിമം 20-25 മിനിറ്റ് എടുക്കുന്നവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു പ്രോപ്പർ വാഷ്റൂംസോ മറ്റേ റെസ്റ്റ് ഏരിയാസും ഷോപ്സും ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഹെൽപ്സ്. മോൾ കൾച്ചർ നമുക്ക് ഇപ്പോഴല്ലേ നമുക്ക് വളരെ കുറച്ചല്ലേ അവിടെ നമ്മളൊരു ലുലു വരേണ്ടി വന്നു. നമുക്ക് കൾച്ചർ കോഴിക്കോടൊക്കെ ഇപ്പൊ നോക്കാം, ഫോക്കസ് മോളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മോളുകളുടെ കൾച്ചർ വന്നല്ലോ നമുക്ക്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ മോൾ കൾച്ചർ നമ്മൾ അഡാപ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇറ്റ് വിൽ ബി ഈസിയർ. അത് വരുമ്പോൾ നമ്മുടെ ഷോപ്പിങ്ങും നമ്മുടെ വീക്കെൻഡ്സും ഒക്കെ അതുമായിട്ട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ then your charging culture is also going to be on site and more discipline as well. അതല്ലാതെ തോന്നുമ്പോൾ പണ്ട് ക്യാനിലൊക്കെ കൊണ്ടുവന്ന് നമ്മള് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു, അത് നടക്കില്ലല്ലോ. വീടിപ്പോ എന്തായാലും ദുബായിൽ EV എടുത്തു, നാട്ടിൽ കൂട്ടുകാർ EV എടുത്തു. ഇനി എന്നാണ് മിഥുൻ, ചോദ്യം 1, കേരളത്തിൽ EV എടുക്കാൻ പോകുന്നത്? ഇവിടെ യാത്രകൾ ഉണ്ടല്ലോ, എടുക്കുകയാണെങ്കിൽ ഏത് വണ്ടിയായിരിക്കും മിഥുൻ എടുക്കുന്നുണ്ടാവുക? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നാട്ടിൽ എപ്പോഴും കൂടുതലായിട്ടെന്ന് വെച്ചാൽ വന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരുപാട് ദിവസം നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഇല്ല. ഉള്ള സമയത്ത് തീർച്ചയായും എടുക്കും. അതും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ ഉള്ള റെവല്യൂഷൻ വെച്ചിട്ട് ഞാൻ EV തന്നെ എടുക്കാൻ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. അതോ ടെസ്ല വരാൻ വേണ്ടി കാത്തു? ടെസ്ല വരാനായിട്ട് കുഞ്ഞി സമയം എടുക്കുമായിരിക്കും. എനിക്ക് അറിയില്ല അതെന്താണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതിന് ഒരുപാട് പൊളിറ്റിക്കൽ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഐ ഹാവ് നോ ഐഡിയ when it's going to come. പക്ഷേ I think I really like the BYDs that I see on the road. Mahindra has come up with beautiful EVs actually. ഭയങ്കര beautiful. It looks quite amazing. I booked one. You for booked 6 one? months, yeah. Quite nice, അല്ലേ? Look wise മാത്രമല്ല, the facilities actually facility wise, technology wise it's quite amazing. കാരണം ഇന്ത്യയില് ഇൻഡിജീനിയസ് ആയിട്ട് ഉണ്ടാക്കിയ കാറാണെന്ന് കേൾക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ട്. I think Tata is already coming up with a lot of them, but I think BYD കൊണ്ടുവരുന്ന റെവല്യൂഷൻ അതിന്റെ വീഡിയോസ് കാണുമ്പോൾ I think that's going to be the next one. That's going to be a huge. They are in this industry more than 2 decades. Exactly. അവര് മറ്റേ അവരുടെ ഹൈ എൻഡ് കാറുകൾ വരുന്നുണ്ടല്ലോ, മെക്ലാറിന്റെയും ഫെറാറിയുടെയും ഒക്കെ സ്റ്റൈലില്. ഈവൻ സ്റ്റീലിന്റെ സ്പീഡ് തന്നെ കണ്ടില്ലേ, പെർഫോമൻസ് 3.8 seconds ആണ്. നമുക്ക് കേരളത്തിൽ എവിടെ ഓടിക്കാനേ പറ്റുക. പക്ഷെ ദാറ്റ്സ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി ഫ്യൂച്ചർ. വൺ തിങ് ഐ ക്യാൻ അഷ്യൂർ, എത്രയും പെട്ടെന്ന് EV എടുക്കാം. കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അതിന് വേണ്ട ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നിങ്ങൾ ചെയ്തോളുന്നില്ലേ? നോ ഡൗട്ട് അറ്റ് ഓൾ. ഞങ്ങൾക്ക് ഇപ്പൊ ഏകദേശം no prejudice, I'll tell you that I've been seeing that. I've actually seen. നിങ്ങൾ അന്ന് ആക്ച്വലി എന്റെ ഫ്രണ്ട് നെഹ്റുവിനോട് ഞാൻ ഫസ്റ്റ് ചോദിച്ചത് അതാണ്. കാരണം എന്ന് വെച്ചാൽ when we talked about you, the first place was ലുലുല് മോളില് ചാർജേഴ്സ് വന്ന സമയത്താണ്. ഞാൻ ആ സമയത്ത് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. From then on we've been actually seeing. അപ്പം ഞാനിപ്പോ പലയിടത്തും നോക്കുമ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞ മറ്റേ ആ ട്രിബ്യൂട്ട് റോയൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ അവിടെ കണ്ടെന്ന് പറഞ്ഞില്ല, അത് അവിടെ നിങ്ങളുടെ ഇത് കണ്ടു. മാക്സ് പാലാരിവട്ടത്തുണ്ട്, എല്ലായിടത്തും പലയിടത്തും ഇത് കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്. So it's like popping up. ഞങ്ങൾക്ക് ഈവൻ എൻറ്റയർ ലുലു വി ആർ ഹാൻഡ്ലിങ്. എല്ലാ ലുലു ഉണ്ട്. ട്രിവാൻഡ്രൊക്കെ more than 2 years. So no worry about buying an EV. That's I mean my ചാർജ് നമ്മൾ ചെയ്തോളാം. ടെസ്ല ഫ്രീ കൊടുത്ത പോലെ ഇനി ഇതും കൂടി വേണമെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ അനൗൺസ് ചെയ്യാം. നമ്മൾക്ക് അടുത്തൊരു 5 കൊല്ലം ഗോയിസിയുടെ ചാർജേഴ്സിൽ ഫ്രീ ആയി RJ മിഥുന്. പിന്നെ ഡെഫിനറ്റ്ലി താങ്ക്സ് ഫോർ ജോയിനിങ് വിത്ത് us. Thank you. My pleasure. Thank you.